സൺഡേ. ഇന്ന് എൻ്റെ അനിയന് പെട്ടെന്നൊരു ബോധോദയം. എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേയായി. ഇതർ ഞാനും അമ്മയും പോവും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും പോവും, അല്ലെങ്കിൽ അമ്മയും അനിയനും പോവും. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ പോവാമെന്ന് പറഞ്ഞ് ഈവനിങ് കാന്താരയ്ക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആസ് പെർ ദ പ്ലാൻ ഞാനും അമ്മയും മോനും ഒരു വണ്ടിയിലും അച്ഛനും അനിയനും ഒരു വണ്ടിയിലും അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഇറങ്ങുന്നവരയ്ക്കും അത് തന്നെയായിരുന്നു പ്ലാൻ. വണ്ടി വൈകിട്ട് ഇറങ്ങാൻ നേരത്ത് അവൻ അമ്മയെ ബാക്കിലിരുത്തി. അപ്പോൾ ആകെ അച്ഛനും ഞാനും മോനും മാത്രം. ശരി, അച്ഛൻ വണ്ടി ഓടിക്കുമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനടുത്ത് കീ കൊടുത്തപ്പം അച്ഛൻ പറഞ്ഞു എന്നോട് വണ്ടി ഓടിക്കാൻ. ഞാൻ ഏകദേശം 8-9 കൊല്ലമായി ടൂ വീലർ ഓടിക്കുന്നു. പക്ഷെ ഇതുവരെ ആകെ അച്ഛനെ ഒരൊറ്റ തവണയെ പുറകിലിരുത്തി വണ്ടി ഓടിച്ചിട്ടുള്ളൂ. അതും വളരെ കുറച്ച് ദൂരം, ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ വീട് വരെ. ആ കുറച്ച് ദൂരം തന്നെ ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചാൽ ഓടിച്ചതെന്ന് എനിക്കറിയുള്ളൂ. ഞാൻ ടൂ വീലറൊക്കെ നന്നായി തന്നെ ഓടിക്കും കേട്ടോ. അച്ഛയെക്കാട്ടിലും വെയിറ്റ് ഉള്ളവരെയൊക്കെ ഞാൻ ടൂ വീലറിൽ ഡബിൾസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനെ എങ്ങനെ ഞാൻ വീഴ്ത്തിയിടുമെന്നാണെന്ന് തോന്നണോ. അപ്പോൾ ഇത്തവണ എന്തായാലും കുറച്ച് വരെ ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് അച്ഛയ്ക്ക് മനസ്സിലായി ഇങ്ങനെയാണ് വണ്ടി ഓടിച്ച് പോകുന്നതെങ്കിൽ സിനിമ കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിയേറ്ററിലെത്തുന്നു. അതുകൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛൻ അങ്ങനെ ദീർഘശ്വാസം വിട്ട് വണ്ടിയിൽ വരുന്ന അത്രയും ദൂരം ഞാൻ എൻ്റെ അനിയനെ പ്രാഗി തൊലിച്ചു. അങ്ങനെ സിനിമ തിയേറ്ററിൽ എത്തി, മൂവി കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് കംഫർട്ടബിളായിട്ട് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സൂഫി മന്തി കയറി എല്ലാവരും കൂടെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വീടെത്തിയത്.